ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ അവിയൽ പെട്ടെന്ന് തയ്യാറാക്കാം എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ഉരുളി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്തിനാ വെച്ചാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എന്നിട്ട് വേണം ബാക്കി കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ ചേന, ബീൻസ്, പച്ചക്കായ, ക്യാരറ്റ്, കൈപ്പയ്ക്ക, പച്ചപ്പയർ എന്നീ കഷ്ണങ്ങളൊക്കെയാണ് ഞാൻ ഇതിനായിട്ട് ഇട്ടിട്ടുള്ളത്. ഇനി മുരിങ്ങക്കായ ഞാൻ പകുതി, ബാക്കി കഷ്ണങ്ങളൊക്കെ പകുതി വെന്തതിന് ശേഷം മാത്രമേ മുരിങ്ങക്കായ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. മുരിങ്ങക്കായ്ക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ പേരിലാണ്. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ മഞ്ഞൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അവിയലിൻ്റെ ഒരു മഞ്ഞ കളറാണല്ലോ, അപ്പോൾ മഞ്ഞൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഏറിപ്പോവരുത്, അപ്പം അത് നന്നായിട്ട് വെള്ളം രൂപമായി കിട്ടും. അവിയൽ നമ്മൾ വെള്ളമില്ലാതെ നല്ല ഡ്രൈയിൽ അവിയൽ തയ്യാറാക്കുന്നത്. ഒരു വാഴയില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വേവുന്ന നേരം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതിനായിട്ട് അരമുറി തേങ്ങയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞളും പിന്നെ പച്ചമുളക് നിങ്ങളെ എരിവിന് അനുസരിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. തേങ്ങ ഒതുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്. വെള്ളം ഒഴിക്കാതെ വേണം ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മിക്സിയുടെ ചെറിയൊരു ജാറിലാണ് ഇട്ടിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ കഷ്ണത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ചാൽ ഇത് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞ് വരും. അപ്പം അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ തേങ്ങ ഒന്ന് ചതച്ചെടുത്തതും കൂടെ ചേർക്കാൻ പോവാണ്. നമ്മുടെ തേങ്ങ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4 വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പുളിക്കനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് പുളി അധികം ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ല, നമ്മൾ സദ്യയിലേക്ക് അവിയൽ പോലെ വെള്ളമില്ലാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അവിയലാണ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ നാടൻ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ലാസ്റ്റ് ഒരു 4-5 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് എല്ലാ കഷ്ണങ്ങളും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.